ഹിന്ദു പിന്തുടർച്ചാവകാശത്തിൽ ഹൈക്കോടതിയിൽ നിർണായക ഉത്തരവ്. ഹിന്ദു കുടുംബങ്ങളിലെ പൂർവിക സ്വത്തിൽ കേരളത്തിലും പെൺമക്കൾക്ക് തുല്യാവകാശം ഉറപ്പിക്കുകയാണ് ഹൈക്കോടതി. 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യ അവകാശമുണ്ടെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, നിർണായകമായ ഉത്തരവ്, എന്തൊക്കെയാണ് കോടതിയുടെ പരാമർശങ്ങൾ? സുരേഷ്, ഹിന്ദു പിന്തുടർച്ചാവകാശത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിർണായകമായിട്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. 2005 ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത്. അത് പ്രകാരം 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യ അവകാശമുണ്ടെന്നാണ് ജസ്റ്റിസ് ഈശ്വരന്റെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഹിന്ദു കുടുംബങ്ങളിലെ പൂർവിക സ്വത്തിൽ കേരളത്തിലും പെൺമക്കൾക്ക് തുല്യ അവകാശം ഉറപ്പിക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. അതായത് നേരത്തെ 1975 കേരള കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമപ്രകാരം ഈ മക്കളെന്ന് പറയുന്ന പെൺമക്കളാണെങ്കിൽ അവർക്ക് അച്ഛന്മാരുടെ പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2005 പിന്തുടർച്ചാവകാശ നിയമം, അതിന്റെ ഭേദഗതി നിയമപ്രകാരം പെൺമക്കൾക്കും തുല്യമായിട്ടുള്ള അവകാശം നൽകുന്നുണ്ട്. ഈ സംസ്ഥാന നിയമം, അതായത് ഈ കേരളത്തിന്റെ കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമം, അത് ഈ പിന്തുടർച്ചാവകാശ നിയമത്തെ അട്ടിമറിക്കുന്നതാണ് എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രകാരം നിലവിൽ 75 കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമം അത് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും ഒപ്പം തന്നെ പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമത്തിൽ തുല്യമായിട്ട് ഈ പെൺമക്കൾക്കും അച്ഛന്മാരുടെ പാരമ്പര്യ സ്വത്തിൽ അവകാശം നൽകുന്നത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ടെന്നും അത് പ്രകാരം പെൺമക്കൾക്ക് ആ സ്വത്തിന്മേൽ തുല്യമായിട്ടുള്ള പങ്കാളിത്തവും വിഹിതം അവകാശപ്പെടാൻ സാധിക്കുമെന്നും ഹൈക്കോടതി. രേഷ്മ, അപ്പം തന്നെ ഈ 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിലായിരിക്കും ഈ പെൺമക്കൾക്ക് തുല്യ അവകാശം ഉണ്ടാവുക, അല്ലേ? 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിലാണ് ഈ പെൺമക്കൾക്ക് തുല്യ അവകാശം പറയാൻ സാധിക്കുകയുള്ളൂ. 2005 ഈ പിന്തുടർച്ചാവകാശ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത്. അത് നേരത്തെ കേരള കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമത്തിന് വിരുദ്ധമാണെന്നുള്ള ആക്ഷേപം മുന്നേ തന്നെ ഉയർന്നതാണ്. ഈ കോഴിക്കോട്ടെ സബ് കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വത്ത് തർക്കത്തിന്മേലുള്ള ഒരു അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യ അവകാശം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറത്തിറക്കിയിട്ടുള്ള വിധി. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.